ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെല്ലാവരെയും പ്രശ്നമാണ് അല്ലേ, മുടി കൊഴിച്ചിലും താരനും പേനും അങ്ങനെ തുടങ്ങിയ എല്ലാം ഉണ്ട് നമുക്ക് എല്ലാവർക്കും. ഗേൾസിന് മാത്രമല്ല ബോയ്സിനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെയുള്ളൊരു പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണല്ലേ ചെമ്പരത്തി. പക്ഷേ ഇത് വേറെ രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. സാധാരണ നമ്മൾ പണ്ടുള്ള അമ്മമാരൊക്കെ ചെമ്പരത്തി താളിയൊക്കെ അരച്ച് നമ്മളെ തലയിൽ വെച്ച് തേച്ചൊക്കെ തരുമായിരുന്നു അല്ലേ. അപ്പം അതേപോലത്തെ ഒരു സംഭവമായിട്ടാണ് ഞാനും വന്നത്. പക്ഷേ അതിനകത്ത് കുറച്ച് ഡിഫറെൻ്റായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയുർവേദ ഷോപ്പിലും പിന്നെ ഹൈപ്പർ മാർക്കറ്റ് അതുപോലെ തന്നെ ഫാൻസിയിലൊക്കെ നമുക്ക് ലഭ്യമാണ് കേട്ടോ. വെറും 35 രൂപേൻ്റെ അടുത്തേ ഇത് വരുന്നുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ഫേസിലിടാനും ഇതേ പാക്ക് തന്നെ, അതായത് ചെമ്പരത്തി പൊടി, ചെമ്പരത്തിൻ്റെ പൂവില്ലേ, അത് പൊടിച്ചിട്ടാണ് ഈ ഒരു പൗഡർ ഉണ്ടാക്കുന്നത്. അത് ഉണക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രണ്ടും മേടിച്ചിട്ടുണ്ട്, ഫേസിലും മേടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്കാൽപ്പിലേക്ക് ഉള്ളതുണ്ട്. രണ്ട് സൂപ്പറാണ് കേട്ടോ. എനിക്ക് ആക്നെ സ്കാർട്സൊക്കെ ഒരുപാടുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തേ പിന്നെ എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഹെയറിൽ നല്ല താരം ഉണ്ടായിരുന്നു. താരം മാത്രമല്ല, ഇങ്ങനെ പൊട്ടിത്താരനില്ല, ഇങ്ങനെ ഡ്രൈ ആയിട്ട്, ഭയങ്കര ഡ്രൈ ആയിട്ട് എനിക്ക് പ്രാന്ത് പിടിച്ചൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തേ പിന്നെ എൻ്റെ തലയ്ക്ക് നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു. തലവേദനയ്ക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണ്, എൻ്റെ ഹെയർ നീണ്ടിട്ടുണ്ട് നന്നായിട്ട്. എനിക്ക് വളരെ ഹെയറൊന്നും നീണ്ടു വരത്തില്ല കേട്ടോ. എനിക്കൊരു മീഡിയം ഹെയർ, ആ ഹെയറിൽ തന്നെ എൻ്റെ ഹെയർ ഉണ്ടാവുമായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തേ പിന്നെ എനിക്ക് കുറച്ചായിട്ട് നീളം വെക്കാനും തുടങ്ങി, അതുപോലെ തന്നെ കട്ടി വരുന്ന പോലെയൊക്കെ തോന്നി കേട്ടോ. അപ്പം ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്തത്. പക്ഷേ 2 പ്രാവശ്യം എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കൂടി ഇതൊന്ന് പരിചയപ്പെടുത്തി തരാം. ജസ്റ്റ് പോയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പറയുവാണെങ്കിൽ ഈ ചെമ്പരത്തി പൊടിച്ചതിൽ പൗഡർ ഒന്ന് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടും. ചെറിയ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളിത് തേക്കേണ്ട വിധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ചീവിയുടെ മൊത്തം ചെടയും കളയണം കേട്ടോ. എന്നിട്ട് നമ്മൾ വകച്ചിലെടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു തണുപ്പ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇത് തേച്ച് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും നല്ലൊരു തണുപ്പാണ് കേട്ടോ. അത് ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യണമെങ്കിൽ ഓരോരോ ഇത് എടുത്ത് വകച്ചിലെടുത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറച്ച് ടൈം ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം നമുക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് തേക്കുവാണ്. പിന്നെ മുടിക്ക് നല്ല കളറൊക്കെ വേണ്ടവർക്കാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കളർ വെക്കും കേട്ടോ. എൻ്റെ ഒരു ചെമ്പൻ കളറായിരുന്നു, അപ്പോൾ എനിക്കിപ്പോൾ നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് ഹെയർ കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഗുണം കൂടെ നമുക്കിതിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിങ്ങനെ ഓരോരോ ഇത് എടുത്ത് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ഏകദേശം ഒരു 30 മിനിറ്റോളം ഞാൻ ഹെയറിൽ ഇത് വെച്ചു കേട്ടോ. ഭയങ്കര ഡ്രൈ ആവുന്ന വരെ ഞാൻ വെച്ചില്ല. ഒരു 30 മിനിറ്റ് ആകുന്നതിന് ഏകദേശം നമുക്ക് മനസ്സിലാവും ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടോ, നമുക്ക് കഴുകാൻ പാകത്തിനായിട്ടുണ്ടോ നമുക്ക് മനസ്സിലാവും. ആ സമയമാകുമ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കാര്യം. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, അതുപോലെ തന്നെ ഷാമ്പൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട. ജസ്റ്റ് ഹെയർ വാഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ കണ്ടീഷണർ ഇടുന്നവരാണെങ്കിൽ കണ്ടീഷണർ ഇട്ടോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഷാമ്പൂവിൻ്റെ പവർ തന്നെയാണ് നമുക്ക് ഹെയറിൽ കിട്ടുന്നത് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഉണങ്ങാനാകുമ്പോൾ ജസ്റ്റ് സെറം കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഹെയർ കിട്ടും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളല്ലേ. ഇപ്പോൾ എത്ര വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു പൗഡർ മേടിച്ചിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ വീക്കിലി ഒരു 2 ടൈംസ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയറിന് നല്ലതാണ്. അതുപോലെ തന്നെ ഭയങ്കര സ്ട്രെസ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ടും ഈ പൗഡർ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ടിപ്സുകൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ അടുത്ത് പറയുക. അപ്പോൾ ഞാൻ ഇതുപോലെ യൂസ് ചെയ്ത് എനിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെപ്പോലെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കി നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ, സ്കാൽപ്പിൽ ഭയങ്കര ഡ്രൈ ആയിട്ടും അതുപോലെ തന്നെ താരനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ എനിക്കും വീഡിയോസൊക്കെ ഇടാനുള്ള ആ ഒരു മോട്ടിവേഷനും കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.